ഒമാനിൽ മനുഷ്യക്കടത്ത് സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ട കോട്ടയം സ്വദേശിനി നാടടഞ്ഞു. ഇൻകാസ് നിസ്വ കമ്മിറ്റിയുടെ ഇടപെടലാണ് യുവതിക്ക് രക്ഷയായത്. ദുബൈയിൽ ജോലിക്കായി എത്തിച്ച ഏജന്റ് യുവതിയെ ഒമാനിലേക്ക് കടത്തുകയായിരുന്നു. ദുബൈയിൽ ജോലിക്ക് കൊണ്ടുവന്ന കോട്ടയം സ്വദേശിനിയെ ഏജന്റ് ഒമാനിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു. പിന്നീട് കഴിഞ്ഞ 28 ദിവസമായി യുവതിയെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. ഇൻകാസ് നിസ്വ റീജിയണൽ കമ്മിറ്റി പ്രവർത്തകർ നാട്ടിലേക്ക് യുവതി അയച്ച അവസാന ലൊക്കേഷന്റെ വിശദാംശങ്ങൾ വെച്ച് രഹസ്യ സങ്കേതം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇൻകാസ് പ്രവർത്തകർ എംബസി കോൺസുലേറ്റ് ക്യാമ്പിലെത്തി ഒമാൻ ഇന്ത്യൻ അംബാസിഡർ GV ശ്രീനിവാസിനെ നേരിൽ കണ്ട് വിവരം ധരിപ്പിച്ചു. അംബാസിഡർ പ്രശ്നത്തിൽ ഉടൻ പരിഹാരം കണ്ടതോടെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ യുവതിക്ക് നാട്ടിലെത്താനുള്ള വഴിയൊരുങ്ങി. ഇൻകാസ് നിസ്വ കമ്മിറ്റി ഭാരവാഹികളായ വർഗീസ് സേവ്യർ, പ്രകാശ് ജോൺ, സൈജു സവാസിൻ എന്നിവർ ഒമാനിലെ എയർപോർട്ടിൽ വേണ്ട സഹായങ്ങളും ചെയ്തു. നാട്ടിലുള്ള ഇൻകാസ് നിസ്വ പ്രസിഡന്റ് സതീഷ് നൂറിനാട് എല്ലാ പിന്തുണയും നൽകി. ഇന്നലെ എന്നെ എംബസിക്ക് കോൾ ചെയ്തു, ചോദിച്ചുകൊണ്ട് വന്നു, ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ കൂടെ റൂമിലുണ്ടായിരുന്ന ഇന്ത്യക്കാരെ 3-4 പെൺപിള്ളേരുണ്ടായിരുന്നു. അവരെ അടിക്കുകയും നല്ലപോലെ ഉപദ്രവിക്കുകയും ചെയ്തു. എന്നെ ക്ലാസ് എന്ന് പറയുന്ന ഈ സംഘടനയാണ് എന്നെ ഇവിടുന്ന് രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നത്. അവരോടെപ്പോഴും എംബസിയോടും പോലീസ് ഉദ്യോഗസ്ഥരോടും എനിക്ക് എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. അംബാസിഡറായ GV ശ്രീനിവാസ് ചുമതലയേറ്റ ശേഷം കോൺസുലർ ക്യാമ്പുകൾ ഒമാനിൽ സജീവമായി നടക്കുന്നുണ്ട്. ഒമാന്റെ വിദൂര ഭാഗങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് ഇത് വലിയ ആശ്വാസവുമാണ്. പ്രവാസി സംഘടനകളുടെയും കോൺസുലർ ഏജന്റുമാരുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. മീഡിയ 1, മസ്കത്ത്.